ഇസ്രായേലും മസീഹു ദജ്ജാലും തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങളുള്ളതായ ചരിത്ര ഗവേഷണങ്ങളിൽ കണ്ടെത്താൻ കഴിയും? ദജ്ജാലും ഇസ്രായേലും തമ്മിൽ ബന്ധമുണ്ട്. നമ്മൾ മസീഹ് ദജ്ജാലിനെ ഒരു ദുഷ്ടനും അക്രമിയുമായ ഒരു ആളായിട്ട് കാണുമ്പോൾ, ഇസ്രായേൽക്കാർ അഥവാ ജൂതന്മാർ അവരുടെ ഒരു ഉന്നതനായ ഒരു വീരപുരുഷൻ അവർക്ക് വേണ്ടി വരും എന്നും അദ്ദേഹത്തിന്റെ കൈകളിലൂടെ അവർക്ക് വലിയൊരു വിജയം ഉണ്ടാവും എന്നും അവർ ആവേശത്തോടുകൂടി ദജ്ജാലിനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ വരും എന്നതിനാണ് അവർ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ജൂതന്മാർക്കിടയിൽ നിന്നാണ് അവൻ വരിക എന്നും ത്വലിസാൻ എന്ന ജൂത വസ്ത്രം ധരിച്ച ഒരുപാട് ആളുകൾ അവന്റെ കൂടെ ഉണ്ടായിരിക്കും എന്നും ഒക്കെ പറയുന്നുണ്ട്. ആ നിലക്കൊക്കെ ഇസ്രായേലുമായിട്ട് അവന് ബന്ധമുണ്ട്. മസീഹ് ദജ്ജാലിനെ കൊല്ലുന്ന സ്ഥലം ഇസ്രായേലിലെ ലുദ്ദിൽ വെച്ചാണ് എന്നതും അവൻ അഭയം പ്രാപിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ് എന്നും ഒക്കെ മനസ്സിലാക്കാം. ഏതായിരുന്നാലും അവര് നമ്മൾ കാണുന്ന രൂപത്തിലല്ല. ഈ മസീഹ് ദജ്ജാൽ ഒരു ഉന്നതനായ ഒരു വലിയ നേതാവായിട്ട്, അവരുടെ വലിയ ഒരു പ്രശസ്തിയും അവർക്ക് ഒരു നേതൃത്വവും ഒക്കെ കൂടുതൽ ലോകത്തിന് നൽകാൻ പറ്റുന്ന ഒരു നേതാവായിട്ട് തന്നെയാണ് അവനെ കാണുന്നത്. അവനെ ആ രൂപത്തിൽ തന്നെയാണ് അവരുടെ വരവ് അവർ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, സിയോണിസ്റ്റുകൾക്കിടയിൽ ഉള്ള ചർച്ചയിലും സിയോണിസ്റ്റ് നേതാക്കന്മാർ ഇസ്രായേലിലെ ഭരണകൂടവുമായി നടന്ന ചർച്ചയിലും മസീഹ് ദജ്ജാലിന്റെ പുറപ്പാട് വേഗമായി കിട്ടാൻ എന്താണ് നമുക്ക് വേണ്ടത് എന്നതിനെ കുറിച്ച് വരെയുള്ള ചർച്ചകൾ നടന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. മുഗീറത്ത് ബിൻ ശൂബ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദ്ദേഹം പറയുന്നു, ഞാൻ ദജ്ജാലിനെ കുറിച്ച് പ്രവാചകരോട് ചോദിച്ചതുപോലെ ഒരാളും ചോദിച്ചിട്ടുണ്ടാവില്ല. അവിടുന്ന് എന്നോട് പറഞ്ഞു, അവൻ നിന്നെ ഉപദ്രവിക്കുകയില്ല. ഞാൻ ചോദിച്ചു, അവന്റെ കൂടെ റൊട്ടിയുടെ പർവ്വതവും വെള്ളത്തിന്റെ നദിയും ഉണ്ടാകുമെന്ന് ജനങ്ങൾ പറയുന്നുണ്ടല്ലോ. അത് അവന്റെ നീചകൃത്യങ്ങളെക്കാൾ അള്ളാഹുവിങ്കൽ ഏറെ നിസ്സാരമാണ്. അന്ത്യനാളിന്റെ അടയാളങ്ങളായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ സംഭവങ്ങളുടെ കൂട്ടത്തിൽ ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ യുദ്ധത്തിൽ ജൂതന്മാർ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തും മുസ്ലിങ്ങൾ നദിയുടെ കിഴക്ക് ഭാഗത്തുമാണ് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ സഹബാക്കൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഏതാണ് നദി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ജോർദാൻ നദി തന്നെയാണ്. ഇത് പറയുന്ന കാലഘട്ടത്തിൽ, അഥവാ ക്രിസ്താബ്ദം 7-ാം നൂറ്റാണ്ടിലാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നത്. അന്ന് ഇത് പറയുന്ന സമയത്ത് ജോർദാൻ നദിയുടെ പടിഞ്ഞാറേ കരയിൽ ഒരു ജൂതരാഷ്ട്രം ഇല്ല എന്ന് മാത്രമല്ല, അവിടെ ഒരു ജൂതരാഷ്ട്രം ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷ പോലും അന്നില്ല. പിന്നീട് 1948 ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിച്ചപ്പോൾ അത് ഈ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് സ്ഥാപിച്ചത്. എന്നിട്ടും അന്നും ജൂതരാഷ്ട്രമായ ഇസ്രായേലിന്റെ അതിർത്തി ജോർദാൻ നദിയുടെ അടുത്ത് എത്തിയിരുന്നില്ല. പിന്നീട് 1967 അവർ നടത്തിയ യുദ്ധത്തിൽ ജോർദാനിൽ നിന്ന് വെസ്റ്റ് ബാങ്ക് എന്നറിയപ്പെടുന്ന പ്രദേശം, അഥവാ ജോർദാനിന്റെ പടിഞ്ഞാറേക്കരയും കൂടി പിടിച്ചെടുത്തോടുകൂടി കൃത്യമായിട്ട് ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തിന്റെ അതിർത്തി ഈ നദിയുടെ തൊട്ട് പടിഞ്ഞാറ് വരെ എത്തി. ഇപ്പോ ആ നദിയാണ് ജോർദാന്റെയും ഇസ്രായേലിന്റെ അതിർത്തി. ഇനി ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് തന്നെയായിരിക്കും ജൂതന്മാർ നിൽക്കുന്നതും കിഴക്ക് ഭാഗത്തിന് മുസ്ലിങ്ങളും. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും കൃത്യമായിട്ട് ആ സ്ഥലങ്ങൾ പോയി കണ്ട് അതിന്റെ കിടപ്പ് മനസ്സിലാക്കിയിട്ട് വരാനിരിക്കുന്ന ഒരു സംഭവത്തെ പറ്റി കണ്ടു പറയുന്നത് പോലെ വഹിയിന്റെ കറക്റ്റ് ശക്തി, വഹിയിന്റെ കൃത്യത ആണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ജോർദാൻ നദി അത് ഒഴുകി തുടങ്ങുന്നത് ശരിക്ക് ഗലീലി അഥവാ ലേക്ക് ഓഫ് ഗലീലി എന്ന തബരി തടാകത്തിലാണ്. പിന്നീട് ഡെഡ് സി, ചാവതടാകം വരെയാണ്. അത് നല്ലോണം വെള്ളമുള്ള ഒരു നദിയായിരുന്നു. ചാവതടാകത്തിലേക്ക് വൻതോതിൽ അതിലൂടെ വെള്ളം വന്നിരുന്നു. സൂറത്തുൽ ബഖറയിലെ ഇന്നല്ലാഹ മുബ്തലീക്കും ബിനഹരിൻ, അള്ളാഹു നിങ്ങൾ ഒരു നദി കൊണ്ട് പരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞൊക്കെ ഈ നദിയെ പറ്റിയാണ്. അന്ന് വളരെ കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു. ഇന്ന് ആ നദി വറ്റി. കാരണം ഇസ്രായേൽ അതിൽ ഡാം കെട്ടി അതിൽ നിന്ന് വെള്ളം കൃഷിക്ക് വേണ്ടി തിരിച്ചു വിട്ടു. ഇപ്പോ അത് റോഡിന്റെ പക്കത്തുള്ള ഒരു അഴുക്കുചാല് പോലെ വളരെ ശോഷിച്ച ഒരു അഴുക്കുചാൽ മാത്രമായി തീർന്നിരിക്കുകയാണ്. എന്നാലും ഇസ്രായേലിലേക്കാണ് കയറുമ്പോൾ ഈ ചരിത്രപ്രധാനമായ നദിയുടെ മുകളിലുള്ള ചെറിയ അലൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓവാലം പോലത്തെ ഒരു പാലമുണ്ട്. അതിന്റെ മുകളിലൂടെ കിടക്കുന്നതാണ് ഇസ്രായേലിലേക്ക്. ഇത് ശരിക്കും ആ ചരിത്രത്തിലും അന്താരാഷ്ട്ര ലെവലിലും ഒക്കെ അറിയപ്പെടുന്ന ജോർദാൻ നദിയുടെ അവസ്ഥ ഇന്നത്തെ അവസ്ഥയാണ്. ചാവ് തടാകത്തിൽ നിന്ന് ഉയർന്നു പോകുന്ന നീരാവിയായി പോകുന്ന വെള്ളത്തിന്റെ അത്രയൊന്നും അതിലേക്ക് വരാനുള്ള ജോർദാൻ നദിയിലൂടെ വെള്ളം വരുന്നില്ലാത്തതിനാൽ ചാവ് തടാകം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം 1 മീറ്റർ എന്ന തോതിൽ
ലെവൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് തുടർന്നാൽ ചരിത്രപ്രധാനമായ ഈ ചാവ് തടാകം കുറെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാവും. ലൂത്ത് അലി ഇസ്ലാമിന്റെ ചരിത്രവുമായി എത്രയോ ബന്ധപ്പെട്ട സദോം നഗരമൊക്കെ അതിന്റെ തെക്കേ കരയിലാണ്. അന്ന് അള്ളാഹു പെയ്യിപ്പിച്ച ആ ചീത്ത മഴയുടെ അംശമൊക്കെ അതിന്റെ മണ്ണിലും മറ്റൊക്കെ കലർന്നു കിടക്കുന്നുണ്ട്, വെള്ളത്തിലുണ്ട്. എന്ന് മാത്രമല്ല, സദോമിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾ കണ്ടൊരു അത്ഭുതം, അന്നത്തെ ഈ സ്വർഗസംഭോഗികളായ ആളുകൾ വീണ് മരിച്ചപ്പോൾ അവരുടെ ശരീരം അലിഞ്ഞ് ആ മണ്ണിൽ ചേർന്നപ്പോൾ ആ സ്ഥലം മണ്ണ് താഴോട്ട് താഴുകയും ഇന്നും ആയിരക്കണക്കിന് ആളുകളുടെ ശരീരം അവിടെ മറിഞ്ഞു കിടന്നിരുന്നു ആ സ്ഥലം. അതുകൊണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ഞങ്ങളുടെ ഗൈഡ് കാണിച്ചു തന്നു. ആ ഇങ്ങനെ ആളുകൾ മരിച്ചു കിടക്കുന്ന സ്ഥലങ്ങളിൽ ആ കുണ്ടൻ ചാടി കിടക്കുക, നമുക്ക് മലയാളത്തിൽ പറയാറുണ്ട്, സാധാരണ മലയാളത്തിൽ. അതേപോലെ തന്നെ മണ്ണ് താഴ്ന്നു കിടക്കുന്നത്. ഇത് ആ ചരിത്രം സത്യമായിരുന്നു. ഖുർആനിൽ പറഞ്ഞ ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിച്ച ചരിത്രം സത്യമായിരുന്നു എന്ന് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന. എന്ന് മാത്രമല്ല, കഴിഞ്ഞ യാത്രയിൽ അവിടെ പോയപ്പോൾ ശക്തമായ സൾഫറിന്റെ അഥവാ ഗന്ധകത്തിന്റെ മണം ആ പ്രദേശത്ത് ഇപ്പോഴും നശിച്ചു പോയിട്ടില്ല. ഏകദേശം 4000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സംഭവത്തിന്റെ അംശം ആയി നാം ആ ദൃഷ്ടാന്തം അവശേഷിപ്പിച്ചിട്ടുണ്ടെന്ന് ഖുർആൻ 2 സ്ഥലങ്ങളിൽ എടുത്തു പറയുന്നുണ്ട്. ഇന്നും ആ സൾഫറിന്റെ ആ ഗന്ധകത്തിന്റെ മണം, രൂക്ഷമായ മണം ആ ചരിത്രത്തിന്റെ ഭാഗമാണ്. എന്ന് മാത്രമല്ല, അബ്ദുള്ള യൂസുഫ് അലി അത്